ഈ നിയമം നിലനിൽക്കെ നിങ്ങളുടെ ആദ്യത്തെ റിലേഷൻഷിപ്പ് വാലിഡായിട്ടുള്ള ഡിവോഴ്സ് വാങ്ങാതെ മറ്റൊരു വ്യക്തിയെ റീമാരി ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഒഫൻസാണ് നിങ്ങൾക്കെതിരെ. മറ്റൊരു സെക്കൻഡ് മാരേജ് എന്ന് പറയുന്നത് ഡിവോഴ്സിന് ശേഷമുള്ള സെക്കൻഡ് മാരേജ്. അത് വാലിഡായിട്ടുള്ള സെക്കൻഡ് മാരേജ് ആണ്. കാരണം നിയമപരമായിട്ട് നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ അല്ലായിട്ടില്ല. എന്ന് ഡിവോഴ്സ് ഗ്രാൻഡഡ് ആവുന്നു അന്ന് മുതൽ ആ വ്യക്തി നിങ്ങളുടെ പാർട്ട്ണർ അല്ലാതെ ആവുകയാണ്, ഹസ്ബൻഡ് അല്ല, വൈഫല്ല. അന്ന് മുതൽ നിങ്ങൾ വീണ്ടും സിംഗിൾ സ്റ്റേറ്റസിലേക്ക് വരികയാണ്. മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഒരു പർട്ടിക്കുലർ എക്സെംപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊവിഷനുണ്ട്. അതായത് അവർക്ക് ഒന്നിലധികം ഭാര്യമാർ ആകാനുള്ള അവകാശമുണ്ട്. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് മരിയ ജോയ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെക്കൻഡ് മാരേജസ്. കല്യാണം കഴിച്ച ഒരെണ്ണത്തിന് തന്നെ കൊണ്ട് നടക്കാൻ കഷ്ടപ്പെടുന്നവർ വിചാരിക്കും അപ്പോഴാണോ ഈ സെക്കൻഡ് മാരേജസ് എന്ന്. സെക്കൻഡ് മാരേജ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ ചിന്തിക്കാം. ഒന്ന്, ഒരു മാരേജിൽ നിങ്ങളുടെ സ്പൗസ് മരിച്ചു പോവുകയോ അതല്ലെങ്കിൽ ഡിവോഴ്സ് വഴി നിങ്ങൾ ആ ബന്ധം വേർപിരിയുകയോ ചെയ്ത് കഴിയുമ്പോൾ ദർസ് ഓൾവേസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ സെക്കൻഡ് മാരേജ്. നിയമത്തിൽ സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. സെക്ഷൻ 494 IPC, മാരിയിങ് അഗെയിൻ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് എ ഹസ്ബൻഡ് ഓർ വൈഫ്. അതായത് നിങ്ങൾ വിവാഹം കഴിച്ച നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ജീവിച്ചിരിക്കെ എന്ന് വെച്ചാൽ ആ വിവാഹം നിലനിൽക്കുന്ന സമയം, ആ വിവാഹബന്ധം ജീവിച്ചിരിക്കെ എന്നാണ് അതിന് കൂടുതൽ ആപ്റ്റായിട്ടുള്ള വേർഡ്. ആ വിവാഹബന്ധം ലൈവായിരിക്കെ നിങ്ങൾ മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഒഫൻസ്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള സെക്കൻഡ് മാരേജസിനെ കുറിച്ചും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന്, ഈ പറഞ്ഞ സെക്ഷൻ 494 IPC അനുസരിച്ചിട്ടുള്ള ക്രൈം ആവുന്ന സെക്കൻഡ് മാരേജസ്. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ദർ ഇസ് എൻ എക്സെംഷൻ. അതെല്ലാവർക്കും അറിയാം. മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഒരു പർട്ടിക്കുലർ എക്സെംപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊവിഷനുണ്ട്. അതായത് അവർക്ക് ഒന്നിലധികം ഭാര്യമാർ ആകാനുള്ള അവകാശമുണ്ട്. നിയമം വഴി അവരുടെ ആ ഒരു കൾച്ചറലായിട്ടുള്ള കാര്യത്തെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നിയമം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ എക്സെംപ്റ്റഡ് കാറ്റഗറിയിൽ ഒഴികെയുള്ള മറ്റെല്ലാവർക്കും ബാധകമായിട്ടുള്ള നിയമമാണ് സെക്ഷൻ 494. നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ ആ റിലേഷൻഷിപ്പ് ലൈവ് ആണെങ്കിൽ, അതായത് അവരിൽ നിന്നും വാലിഡായിട്ടുള്ള ഒരു ഡിവോഴ്സ് ഒരു വാലിഡായിട്ടുള്ള കോടതിയിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം നിയമപരമായിട്ട് വേർപിരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ലൈവാണ്. ആ വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആണ്. അങ്ങനെ ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വിവാഹത്തിലേക്ക് ഏർപ്പെടാൻ, മറ്റൊരു വ്യക്തിയെ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിയമം വഴി സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അത്തരത്തിൽ നിങ്ങളൊരു സെക്കൻഡ് മാരേജ് നടത്തുകയാണെങ്കിൽ നിയമത്തിൽ രജിസ്റ്റർ ചെയ്യാതെ തന്നെ അമ്പലത്തിൽ പോയോ അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയോ വിവാഹം കഴിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിവാഹം കഴിച്ചാൽ അതൊരിക്കലും വാലിഡ് അല്ല. അത് നിങ്ങളുടെ ലൈവായിട്ടുള്ള സ്പൗസ് കംപ്ലയിൻ്റ് ചെയ്താൽ അതൊരു ഒഫൻസുമാണ്. ഒരു സ്പൗസ് ജീവനോടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ലൈവായിരിക്കുമ്പോൾ മറ്റൊരു പാർട്ട്ണറിലേക്ക് എത്തിപ്പെടുന്നത് കൂടുതലും രണ്ട് സാഹചര്യങ്ങളിലാണ്. ഒന്ന്, അഡൾട്ടറി എന്ന് വിളിക്കുന്ന പരസ്പുരുഷ അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം. പണ്ട് 497 എന്നുള്ള സെക്ഷൻ IPCയിലുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ സാധുതയില്ല. അഡൾട്ടറി എന്നുള്ള പ്രൊവിഷൻ അത് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ്, കുറച്ച് ലിമിറ്റഡ് ആയിട്ടായിരുന്നു ആ നിയമം നിന്നിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആംബിറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതൊരു കോംപ്രിഹെൻസീവ് നിയമമല്ല എന്ന് കണ്ട്, അതൊരു ആർബിട്രറി ആയിട്ടുള്ള നിയമമാണ് എന്നുള്ളത് കണ്ട് ആ 497 എന്നുള്ള നിയമം ഇപ്പോൾ പ്രാബല്യത്തിലില്ല. പക്ഷേ അഡൾട്ടറി എന്നുള്ളത് ഡിവോഴ്സിന് ഒരു വാലിഡ് ഗ്രൗണ്ടാണ്. കൂടാതെ ഇത്തരത്തിൽ രണ്ടാമത് മാരി ചെയ്തിട്ടാണ് ആ വ്യക്തിയുടെ കൂടെ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരാതിപ്പെടുകയും അദ്ദേഹത്തിനെതിരെ കേസ് നൽകുകയും ചെയ്യാം. മറ്റൊരു കാര്യം, ഡിവോഴ്സ് നേരിടുന്ന അല്ലെങ്കിൽ സെപ്പറേഷൻ നേരിടുന്ന കപ്പിൾസിൻ്റെ ഇടയിൽ വരുന്ന ഇത്തരത്തിലുള്ളൊരു ഇഷ്യൂ ആണ്. ഡിവോഴ്സ് എന്നുള്ളത് അല്ലെങ്കിൽ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട് എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സെപ്പറേറ്റഡായി അല്ലെങ്കിൽ കേസ് കൊടുത്തതിന് ശേഷം ഒത്തിരി നാളുകൾ നിയമം വഴിയുള്ള പോരാട്ടങ്ങൾ നടക്കുമ്പോൾ
ഒരിക്കലും പാർട്ട്നേഴ്സ് ഒന്നിച്ചല്ല നിൽക്കുന്നത്. അവരവരുടെ വീടുകളിലോ അവരവരുടെ ജോലി സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ടെമ്പററി റെസിഡൻസിലോ ഒക്കെ ആയിരിക്കാം താമസിക്കുന്നത്. അവർ സെപ്പറേറ്റഡ് ആയിട്ട് അനേകം വർഷങ്ങൾ അങ്ങനെ ആ കേസുകളുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരു പാർട്ട്ണർക്ക് അതിലേതെങ്കിലും ഒരു സ്പൗസിന് ഒരു പാർട്ട്ണർ ഉണ്ടാവാൻ, ഈ ജീവിച്ചിരിക്കുന്ന ഭാര്യയോ ഭർത്താവോ അല്ലാതെ മറ്റൊരു തേർഡ് പേഴ്സൺ ആ റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഇരിക്കെ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒന്ന്, ഈ മൂന്നാമതുള്ള വ്യക്തി, ആ ബന്ധം അത് വാലിഡ് ആവുമോ? 2, അവരെ വിവാഹം കഴിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അത് ഈ ആദ്യത്തെ റിലേഷൻഷിപ്പിനെ ഏത് തരത്തിലാണ് എഫക്റ്റ് ചെയ്യുന്നത്? ആദ്യത്തെ റിലേഷൻഷിപ്പ് നിങ്ങൾ കണ്ടസ്റ്റ് ചെയ്യുന്ന ഒരു ഡിവോഴ്സ് കേസ് ആണെങ്കിൽ അത് നിങ്ങളുടെ കേസിനെ മോശമായിട്ട് ബാധിക്കാം എന്നുള്ളത് ഒരു ഫാക്ടറാണ്. എന്നാലും അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു സാധുത ഉയർത്തി കാണിച്ചുകൊണ്ടാണ് റീസെൻ്റായിട്ട് ഡൽഹി കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന വിധി. അതായത് 2005 മുതൽ പിരിഞ്ഞു താമസിക്കുന്ന മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട് കോടതിയിൽ നടക്കുന്ന ഒരു കപ്പിൾസ്, ആ കേസിൻ്റെ പെൻഡൻസിയുടെ സമയത്ത് അതിലൊരു പാർട്ട്ണറിന് മറ്റൊരു വ്യക്തിയുമായിട്ടൊരു ബന്ധം വരുന്നു. ഒരു വിവാഹിതനാവുകയല്ല ചെയ്തത്, പക്ഷെ അവരൊന്നിച്ച് കൊഹാബിറ്റേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അത് മറുകക്ഷി കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ അത് കോടതി ഒരു ക്രൂവൽറ്റി ആയിട്ട് കണക്കാക്കേണ്ട, അതല്ലെങ്കിൽ അതൊരു ഇഷ്യൂ ആയിട്ട് കണക്കാക്കേണ്ടതില്ല ഡ്യൂറിങ് പെൻഡൻസി. കാരണം ഒരു വ്യക്തിയുടെ പേഴ്സണൽ സ്പേസിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിനെ കോടതി അംഗീകരിക്കുകയാണ് ആ കേസിൽ ചെയ്തത്. പക്ഷേ ഈ നിയമം നിലനിൽക്കെ നിങ്ങളുടെ ആദ്യത്തെ റിലേഷൻഷിപ്പ് വാലിഡായിട്ടുള്ള ഡിവോഴ്സ് വാങ്ങാതെ മറ്റൊരു വ്യക്തിയെ റീമാരി ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഒഫൻസാണ് നിങ്ങൾക്കെതിരെ. ഞാനിത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നതിൻ്റെ ഒരു റീസൺ, ഇപ്പോൾ ഡിവോഴ്സ് റിലേറ്റഡ് കേസസ് ഒത്തിരി കൂടിയിരിക്കുന്നു. ആ കേസിൻ്റെ നടത്തിപ്പിനുള്ള സമയം തീർച്ചയായിട്ടും നമുക്കറിയാം പല വർഷങ്ങൾ എടുത്തെന്ന് വരാം. അങ്ങനെ പല വർഷങ്ങൾ എടുക്കുമ്പോൾ കൂടുതലായിട്ടും പെൺകുട്ടികൾ നേരിടുന്ന ഒരു ഇഷ്യൂ ആണ്, നിൻ്റെ പ്രായമേറി പോവുകയാണ്, ഇനി എന്തായാലും അവൻ്റെ ഒപ്പം നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല, നല്ലൊരു ബന്ധം വന്നിട്ടുണ്ട്, നമുക്കത് കല്യാണം കഴിച്ചു വെക്കാം, അല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞ് ഉറപ്പിച്ച് വെക്കാം എന്നുള്ള രീതിയിൽ പാരൻസിൻ്റെയും സൊസൈറ്റിയുടെയും ഒക്കെ പ്രഷർ കൊണ്ട് എടുക്കുന്ന ചില ഡിസിഷൻസ് ഉണ്ട്. അപ്പോൾ അത് നിയമത്തിൻ്റെ സാധുത കൊടുക്കാതെ തന്നെ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു കരാർ എഴുതിയോ അതല്ലെങ്കിൽ ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ഒരു ചടങ്ങ് നടത്തിയോ ഒന്നിച്ച് താമസിക്കുന്ന ഡിവോഴ്സ് കേസസിൻ്റെ പെൻഡൻസിയുടെ സമയത്ത് വിവാഹിതരായി ഒന്നിച്ച് താമസിക്കുന്ന സാഹചര്യങ്ങൾ കാണാറുണ്ട്. അത് തീർച്ചയായിട്ടും നിയമപരമായിട്ട് സാധുതയുള്ളൊരു കാര്യമല്ല. ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അതിൽ നിന്ന് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാൽ അത് വളരെയധികം ലീഗൽ കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും the law says no towards a second marriage while your spouse is alive or while your relationship is alive. ഇനി മറ്റൊരു സെക്കൻഡ് മാരേജ് എന്ന് പറയുന്നത് ഡിവോഴ്സിന് ശേഷമുള്ള സെക്കൻഡ് മാരേജ്. അത് വാലിഡ് ആയിട്ടുള്ള സെക്കൻഡ് മാരേജ് ആണ്. കാരണം നിയമപരമായിട്ട് നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ അല്ലായിട്ടില്ല. എന്ന് ഡിവോഴ്സ് ഗ്രാൻഡഡ് ആവുന്നു അന്ന് മുതൽ ആ വ്യക്തി നിങ്ങളുടെ പാർട്ട്ണർ അല്ലാതെ ആവുകയാണ്, ഹസ്ബൻഡ് അല്ല, വൈഫല്ല. അന്ന് മുതൽ നിങ്ങൾ വീണ്ടും സിംഗിൾ സ്റ്റേറ്റസിലേക്ക് വരികയാണ്. ആൻഡ് യു ക്യാൻ മിങ്കിൾ വിത്ത് അതർ പേഴ്സൺ, യു ക്യാൻ മാരി അനദർ പേഴ്സൺ. അങ്ങനെ ഉള്ള സെക്കൻഡ് മാരേജസ് ലീഗലി വാലിഡ് ആണ്. അപ്പോൾ പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഒരു ഡിവോഴ്സ് എന്നുള്ളത് 2 വ്യക്തികളെ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള അവരുടെ റിലേഷൻഷിപ്പിനെ മുറിച്ച് കളയുമെങ്കിലും ഒരു പേരൻറ്റ് എന്നുള്ള റിലേഷൻഷിപ്പിനെ ഒരിക്കലും കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. നിങ്ങൾ ഡിവോഴ്സ്ഡ് ആയാലും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പേരൻ്റായിട്ട് നിങ്ങളെന്നും നിലനിൽക്കും. അപ്പോൾ അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഈ സെക്കൻഡ് മാരേജസിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ആദ്യത്തെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുണ്ടായ കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ വളർച്ചയിൽ ഫിസിക്കൽ, ഇമോഷണൽ, ഇക്കണോമിക്കലായിട്ടുള്ള സപ്പോർട്ട് എല്ലാം നൽകാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അത് നിയമം വഴി പറയാതെ തന്നെ ചെയ്യുന്ന ഒത്തിരി പേരൻസ് ഉണ്ട്, നിയമം പറഞ്ഞാൽ പോലും ചെയ്യാത്ത പേരൻസും ഉണ്ട്. അപ്പോഴും നിങ്ങളുടെ ആ പാർട്ട്ണറിന് ആ കുഞ്ഞ് മൈനറാണ് എങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനുള്ള അധികാരം ഉണ്ടാവും. അപ്പോൾ സെക്കൻഡ് മാരേജ് എന്നുള്ളത് ഈ 2 തലത്തിലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലീഗലി നിങ്ങളുടെ ഒത്തിരി റൈറ്റ്സ്, അത് നിങ്ങളുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ മാത്രം ബാധിക്കുന്നതല്ല,
നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസിനെ ബാധിക്കുന്നതും നിങ്ങളുടെ അസറ്റ്സിനെ, നിങ്ങൾ സമ്പാദിക്കുന്ന നിങ്ങളുടെ പണത്തെ, നിങ്ങളുടെ പ്രോപ്പർട്ടീസിനെ എല്ലാം ബാധിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് മാട്രിമോണിയൽ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് അതെപ്പോഴും വാലിഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനും അതിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ഇൻ്ററാക്ഷൻസും വാലിഡ് ആക്കിയിരിക്കുന്നതിനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അബദ്ധങ്ങളിലും മണ്ടത്തരങ്ങളിലും ചെന്ന് ചാടാതിരിക്കുക. അപ്പോൾ മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ, അഡ്വക്കേറ്റ് മറിയ ജോയ്, സൈനിങ് ഓഫ്. ബൈ ബൈ.